2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു വലിയ വഴിത്തിരിവായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി കേരളം പിന്തുടർന്നു പോകുന്ന മാറി മാറി വരുന്ന ഭരണരീതി 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തകർത്തതോടെ 2026 തിരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഈ സന്ദർഭത്തിലാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് രീതികളും പാർട്ടികളുടെ ഉറച്ച കോട്ടകളും വിശകലനം ചെയ്യുന്ന പുതിയ കണക്കുകൾ പ്രസക്തമാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കാൻ ആവശ്യമായ 71 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മുന്നണികൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്താതെ UDF-ന് ഭരണം പിടിക്കുക അസാധ്യമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും LDF-നെ കൈവിടാത്ത 51 മണ്ഡലങ്ങളാണ് ഇടത് മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇതിൽ 39 സീറ്റുകൾ CPM-ന്റെയും 12 സീറ്റുകൾ CPI-യുടേതുമാണ്. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളോ ഭരണവിരുദ്ധ വികാരമോ ആഞ്ഞടിച്ചാലും ഈ മണ്ഡലത്തിൽ ചുവപ്പുകൊടി പാറിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല. വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ തുടങ്ങി കണ്ണൂരിലെ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ എന്നീ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ CPM-ന്റെ അജേയത വിളിച്ചോതുന്നവയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ എന്നിവയും മലപ്പുറത്തെ പൊന്നാനിയും പാലക്കാട്ടെ ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ എന്നിവയും CPM-ന്റെ ഉറച്ച സീറ്റുകളാണ്. മധ്യകേരളത്തിൽ ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, പുതുക്കാട്, വൈപ്പിൻ എന്നിവയും ഇടുക്കിയിലെ ദേവികുളം, ഉടുമ്പൻചോല എന്നിവയും CPM-ന് സുരക്ഷിത താവളങ്ങളാണ്. തെക്കൻ കേരളത്തിൽ ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, മാവേലിക്കര എന്നിവയും കൊല്ലത്തെ കൊട്ടാരക്കര, കൊല്ലം മണ്ഡലവും തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ, വാമനപുരം, നെയ്യാറ്റിൻകര എന്നിവയും ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഇടത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI-ക്കും തങ്ങളുടേതായ സ്വാധീന മേഖലകളുണ്ട്. കാഞ്ഞങ്ങാട്, നാദാപുരം, നാട്ടിക, കയ്പമംഗലം, പീരുമേട്, വൈക്കം, ചേർത്തല, അടൂർ, പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, ചിറയൻകീഴ് എന്നീ 12 മണ്ഡലങ്ങളിൽ CPI തുടർച്ചയായി 3 വിജയങ്ങൾ നേടിയിട്ടുണ്ട്. UDF-ന് നിലവിൽ 26 സീറ്റുകളിൽ മാത്രമാണ് തുടർച്ചയായി 3 വിജയങ്ങളുടെ റെക്കോർഡുള്ളത്. ഇതിൽ സിംഹഭാഗവും മുസ്ലിം ലീഗിന്റെ കൈവശമാണ്. UDF-ന് ഭരണം തിരിച്ചുപിടിക്കണമെങ്കിൽ ഈ 26 സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം LDF-ന്റെ 51 സീറ്റുകളിൽ നിന്ന് കുറഞ്ഞത് 24 എണ്ണമെങ്കിലും പിടിച്ചെടുക്കണം. അതായത് CPM-ന്റെയും CPI-യുടെയും അജയമായ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക എന്ന അതീവ ദുഷ്കരമായ ദൗത്യമാണ് UDF-ന് മുന്നിലുള്ളത്. CPM-ന്റെ ഉറച്ച കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിലും അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്ന് UDF-ന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 2011 CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച R. ശെൽവരാജ് രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയും 2012 ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ജയിക്കുകയും ചെയ്തു. വ്യക്തിപ്രഭാവവും സാമുദായിക സമവാക്യങ്ങളും ഒത്തുവന്നാൽ CPM വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ മാത്രം തുണച്ചിരുന്ന അരൂർ മണ്ഡലം 2019 ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തു. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയും കൃത്യമായ രാഷ്ട്രീയ പ്രചാരണവും വഴി ഇടതുകോട്ടകൾ തകർക്കാമെന്നതിന് ഇത് വലിയ ഉദാഹരണമാണ്. ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലും പ്രാദേശികമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയും ജനകീയരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയും 24 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനാണ് UDF തന്ത്രം മെനയുന്നത്. 2026 തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തിന് സാധ്യത വർദ്ധിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ്. 10 വർഷത്തെ തുടർച്ചയായ ഭരണം സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കും. സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി ആരോപണങ്ങൾ എന്നിവ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയേക്കാം. കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. കഴിഞ്ഞ 2 തവണയും ഈ വോട്ടുകൾ വലിയ തോതിൽ LDF-ന് അനുകൂലമായിരുന്നു. ഇത് തിരിച്ചുപിടിക്കാൻ UDF-ന് കഴിയുമോ എന്നതും നിർണായകമാണ്. അതേസമയം BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സാധ്യതകളെയാണ് ബാധിക്കുക എന്നതും പ്രധാനമാണ്. പുതിയ തലമുറയിലെ വോട്ടർമാർ രാഷ്ട്രീയത്തെക്കാൾ ഉപരി വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും മുൻഗണന നൽകുന്നവരാണ്. ഈ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന മുന്നണിക്കായിരിക്കും മുൻതൂക്കം. 2026 തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി. ഈ നിയമം നടപ്പിലായാൽ 2026 അധികാരമേൽക്കുന്ന കേരള സർക്കാരിന്റെ കാലാവധി വെറും 3 വർഷമായി ചുരുങ്ങാൻ സാധ്യതയുണ്ട്. 2029 ലോക്സഭ തിരഞ്ഞെടുപ്പിനോടൊപ്പം രാജ്യത്തെ എല്ലാ നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താനാണ് പദ്ധതി. അങ്ങനെയെങ്കിൽ വലിയ പോരാട്ടം നടത്തി അധികാരത്തിൽ വരുന്നവർക്ക് ജനങ്ങൾ നൽകിയ 5 വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. മുസ്ലിം ലീഗിന്റെ കരുത്തിൽ മലപ്പുറം UDF-നെ തുണയ്ക്കുമ്പോൾ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും LDF-ന്റെ കരുത്തായി തുടരുന്നു. ഇവിടെ 10 മുതൽ 15 സീറ്റുകളെങ്കിലും അധികമായി നേടാൻ UDF-ന് കഴിഞ്ഞാൽ അത് ഭരണമാറ്റത്തിലേക്കും നയിക്കും. എറണാകുളത്തും കോട്ടയത്തും UDF-ന് മുൻതൂക്കമുണ്ടെങ്കിലും തൃശൂരിലും ഇടുക്കിയിലും LDF ശക്തമാണ്. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് UDF-ന് വെല്ലുവിളിയാണ്. കൊല്ലവും തിരുവനന്തപുരവും പത്തനംതിട്ടയും കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷത്തെയാണ് വൻതോതിൽ തുണച്ചത്. ഇവിടെ UDF-ന് വലിയ തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. LDF-ന് ഇത് തങ്ങളുടെ കേരള മോഡൽ വികസനത്തിന് ലഭിക്കുന്ന അംഗീകാരമായിരിക്കും. എന്നാൽ UDF-ന് ഇത് തങ്ങളുടെ രാഷ്ട്രീയ
രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാനുള്ള അവസാന അവസരങ്ങളിൽ ഒന്നാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDFന് മുൻതൂക്കമുണ്ടെന്ന് തോന്നാമെങ്കിലും ജനാധിപത്യത്തിൽ വോട്ടർമാരുടെ മനസ്സ് പ്രവചനാതീതമാണ്. LDFന്റെ 51 ഉറച്ച സീറ്റുകൾ 24 എണ്ണം അട്ടിമറിക്കുക എന്നത് അസാധ്യമല്ലെങ്കിലും ആവശ്യമായ ഒന്നാണ്. സ്ഥാനാർത്ഥി നിർണയം, മുന്നണി ഐക്യം, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ് എന്നിവയെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നത്. ചുരുക്കത്തിൽ 2026 കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആ 24 അട്ടിമറി സീറ്റുകളിലാണ്. കേരളം വീണ്ടും ചുവപ്പണിയുമോ അതോ ത്രിവർണ്ണ പതാക പാറുമോ എന്ന് വരും മാസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് കാട്ടിത്തരും.